കൊടുക്കും തോറും ഏറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ സർവ്വതനാൽ പ്രധാനം. ഞാൻ ഒരു കാരണവശാലും ആരോടും കഞ്ഞിക്കണക്ക് പിച്ചക്കണക്ക് പറയാറില്ല. എന്താ ഇവിടെ ഭയങ്കര പരിപാടികളൊക്കെ? അതിനെ കൊട്ടുംപാട്ടും കേട്ടോ? ആ, കൊട്ടുംപാട്ടും കേട്ടോണ്ടിരിക്കല്ലേ. ഇന്ന് ഞായറാഴ്ച കുറേ സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. അത് കൊച്ചു കുട്ടികളെല്ലാം പോയപ്പോൾ ഒരു സീനിയർ സ്റ്റുഡൻ്റ് ഉണ്ട് എനിക്ക്. നിങ്ങളറിയും, കയറി വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതാരാണ്. വരൂ, കയറി വരൂ. സീനിയർ സ്റ്റുഡൻസിനെ മനസ്സിലാക്കും. ആ, ഇത് നമ്മുടെ ബോബി അല്ലേ? ആ, ബോബി. എന്റെ ബോബി പഠിക്കാൻ എൻ്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി. ബോബി, എന്തോ ദക്ഷിപ്പണിയൊക്കെ നിർത്തിയിട്ട് തബലയിലേക്ക് മാറിയോ? തബലയ്ക്ക് മാറിയതല്ല, ആശാന് ഞാൻ ഈ കുറിഞ്ഞിപ്പള്ളിയിലെ ഒരു കല്യാണത്തിന് ആശാന് തബല വായിക്കുന്നതാണ്. കുറിഞ്ഞിപ്പള്ളിയിലെ? കുറിഞ്ഞിപ്പള്ളിയിലെ. ആ, അപ്പൊ നമ്മുടെ ആശാന് തബല അറിയാവുന്ന എനിക്ക് അന്നേരം മനസ്സിലാകുന്നത്. അപ്പൊ ഞാൻ ആശാനോട് ചോദിച്ചാൽ എന്നെ ചെറുതായിട്ടൊന്ന് പഠിപ്പിക്കാവോ? അപ്പൊ ആശാൻ പറഞ്ഞു, ഞായറാഴ്ച സമയമുണ്ട്, ഞായറാഴ്ചക്ക് പോലെ തബല നല്ല രീതിയിൽ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് ഞാൻ ആശാന്റെ ശിഷ്യനായിട്ട് ഇങ്ങനെ വരുവായി കൂടി. എന്തേ നമ്മോട് പറയാതെ പോന്നേ? ആശാൻ പറഞ്ഞു, ഒരു 6 മാസത്തെ കോച്ചിങ് കഴിഞ്ഞ് കുറച്ച് തവലയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ജോലിയോട് പറഞ്ഞാൽ മതി. അപ്പൊ അതനുസരിച്ച് ഞാൻ ഒന്നും ഉണ്ടായിരുന്നു. ആണോ? അതെ അതെ. അപ്പം കരോട്ട അറിയാം, കളരി അറിയാം, ഇനിയിപ്പം സംഗീതവും കൂടെ പഠിക്കും അല്ലേ? അല്ല, ഇത് എനിക്കൊരു ആഗ്രഹം തോന്നി പഠിക്കാൻ. നല്ലതാ. അതെ. അപ്പം പഠിത്തമൊക്കെ ഇടമല്ലേ? പഠിത്തം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ആഴ്ചയാകും. ആണോ? അതെ. ആശാന് ആദ്യമായിട്ട് എന്നാ പഠിപ്പിച്ചേ? അപ്പൊ ആശാൻ പഠിപ്പിച്ച ആദ്യ പാഠം ദാ ദിൻ ദിൻ ദാ. അത് എന്നാ കോപ്പാ? അത് തൃത്താല. തൃത്താല? അതെന്താ വല്ല അറിയോ? എന്റെ ആദ്യ പാഠം. ആദ്യ പാഠമാണ്. ആദ്യ പാഠം. കൊള്ളാം. ഇന്നൊന്ന് കൊട്ടി കാണിക്കാവോ? കൊട്ടി കാണിക്കാലോ. എന്തോ കൊള്ളാം. ഓക്കെ. അപ്പൊ ഇതിന് ഫീസൊക്കെ എങ്ങനെയാ? ഫീസൊക്കെ ആശാനോട് ചോദിക്കും. ആശാനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾ VIP ആയതുകൊണ്ടാണോ ആശാൻ പറയാത്തെ ഫീസൊന്നും? അതുകൊണ്ടല്ല, അങ്ങനെയായിരുന്നു പതിവ്. അതെല്ലേ? ഓ, അതായത് ദക്ഷിണയായിട്ട് കൊടുക്കണം. ദക്ഷിണയായിട്ട് കൊടുക്കണം. ആ, അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് ആശാനോട് തന്നെ ചോദിക്കാം. ആശാനെ, എന്തോ നമ്മുടെ ഈ ഫേസ്ബുക്കിലെ താരമാണ്, നമ്മുടെ ചാനലിന്റെ താരമാണ് ബോബി. അപ്പം ബോബിയെ ഇങ്ങനെ ഒരു ശിഷ്യനായിട്ട് കിട്ടിയതിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. പിന്നെ ഞാൻ പഠിപ്പിച്ച് വിടുന്ന കാര്യങ്ങൾ പുള്ളി വീട്ടിൽ ചെന്ന് അത് ഇപ്പം ഡെസ്കെ കൊട്ടിയാണ് പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. ഞാൻ പറഞ്ഞു 2 മാസം കഴിയുമ്പം പുള്ളി പറയും തബല മേടിക്കാൻ പുള്ളി ധൃതി പിടിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൈക്ക് ഇതെല്ലാം ഉദവുമെങ്കിൽ മേടിച്ചാൽ പോരെ, അല്ലേ വെറുതെ പൈസ കളയണ്ടായല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഇപ്പോൾ ഡെസ്കെ കൊട്ടി അത് കൃത്യം പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ പോക്ക് പോയാൽ 2 മാസം കഴിയുമ്പം ഞാൻ തബല മേടിക്കാൻ ഞങ്ങളൊന്ന് എറണാകുളത്തിന് പോകേണ്ടി വരും. പോയി മേടിച്ചും കൊടുക്കും. എറണാകുളത്താ ഇതുള്ളൂ അല്ലേ? എറണാകുളത്താണ് എൻ്റെ ആശാൻ, ജേക്കബ് ആശാൻ. അവിടെ ആ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുള്ളിയുടെ വീട്ടിലാണ് തബല ഉണ്ടാക്കുന്നത്. അവിടെ ഞാൻ വർഷങ്ങളായിട്ട് 1993 തൊട്ട് ഞാൻ അവിടെ ആ തബല കെട്ടിക്കുന്നു. എത്ര നാൾ വേണം ഇത് പഠിക്കണമെങ്കിൽ? ഇത് ഇപ്പോഴും ഞാൻ സ്റ്റുഡൻ്റാണ്. ഇത് ബൃഹത് ത്യാഗം, ഒരിക്കലും പഠനം തീരുന്നില്ല. ഓ, അത് ശരി. അപ്പൊ ഇത് 6 മാസം കൊണ്ട് അത്യാവശ്യം പഠിച്ചെടുക്കാൻ 6 മാസം കൊണ്ട് പുള്ളി ഞാൻ ചർച്ച് കൊയറിലെന്ന് പാടാൻ പാകത്തിന് ഏതാനും പാട്ടുകളൊന്ന് ചിട്ടപ്പെടുത്തി വിടാമോ എന്നാണ് ഞാൻ നോക്കുന്നത്. പുള്ളി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പ്രാക്ടീസിങ് പോലെ ഇരിക്കും കാര്യങ്ങൾ. അല്ലാതെ എന്നെ കൊണ്ട് ഒരു ക്യാപ്സൂളായിട്ടത് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു രോഗം വന്നാൽ നമുക്ക് ക്യാപ്സൂൾ കഴിച്ചാൽ അസുഖം മാറും. ഇതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കേസല്ല, ബൃഹത് ത്യാഗമാണ്. എത്ര രൂപ പഠിക്കുന്നതിന് ഞാൻ വിദ്യ തന്നെ സർവ്വതനാൽ പ്രധാനം എന്ന് കേട്ടിട്ടില്ലേ? കൊടുക്കും തോറും ഏറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ സർവ്വതനാൽ പ്രധാനം. ഞാൻ ഒരു കാരണവശാലും ആരോടും കഞ്ഞിക്കണക്ക് പിച്ചക്കണക്ക് പറയാറില്ല. എനിക്കിപ്പം ഒരു 8-10 സ്റ്റുഡൻസ് ഉച്ചയ്ക്ക് മുന്നേ പോയി. അപ്പോൾ പുള്ളിയോട് ഞാൻ ഉച്ച കഴിഞ്ഞ് സ്പെഷ്യലായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അവരൊക്കെ അകമഴിഞ്ഞ് എനിക്ക് പോക്കറ്റ് മണി കവറിനകത്ത് ഇട്ട് തരും. അത് ഞാൻ മേടിക്കും. അതല്ലാതെ ഒരു ക്ലാസ്സിന് ഇത്ര രൂപ എന്ന് ഞാൻ പറയാറില്ല. ചില കുട്ടികൾ, പാവപ്പെട്ട കുട്ടികളുണ്ട്, അവരുടെ രൂപ കുറഞ്ഞിരിക്കും. സമ്പന്നർ കൂടുതൽ രൂപ തരും. ബോബി രൂപയുടെ കൂട്ടത്തിൽ ഒരു 1/2 ലിറ്ററും മേടിച്ച് തരാറുണ്ട്, ശീലമുണ്ട്. തരുന്നത് സ്വീകരിക്കാന്നുള്ളൂ. അത് ദക്ഷിണ വാങ്ങിക്കുക, അതാണ് യഥാർത്ഥ. പിന്നെ അതാണ് യഥാർത്ഥ ഗുരു. അല്ലാതെ ഗുരുവിന് ഒരിക്കലും ആർത്തി പാടില്ല. തോറും ഏറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ സർവ്വതനാൽ പ്രധാനം. ഞാനിത് പഠിപ്പിക്കുന്നതിന്റെ പൊരുൾ എന്തെന്ന് ചോദിച്ചാൽ, പഠിക്കാനായി സ്റ്റുഡൻസ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കൈയൊന്ന് ഓടും, നമ്മുടെ തബലയൊന്ന് ചൂടാകും, നമുക്കും പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടെ റിവിഷൻ നടത്താൻ പറ്റും.
ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആശാനെ സമീപിച്ചാൽ പറ്റുമോ? സമീപിച്ചാൽ മതി. മതി. ആശാന്റെ ഈ തബലകൊട്ട് ബോബി കുറിഞ്ഞിപ്പള്ളിയിലെ ഗായക സംഘത്തിന്റെ കൂടെ കേട്ടെന്നാ പറഞ്ഞത്. അതെ, ഞങ്ങള് ഒരിക്കല് കുറിഞ്ഞിപ്പള്ളിയില് കല്യാണത്തിന് കടനാട് ചർച്ച് കൊയർ ഗ്രൂപ്പിലെ തബലിസ്റ്റായിരുന്നു ഞാൻ. 1993 തബല പഠിക്കാൻ തുടങ്ങി. 96 മുതൽ കടനാട് പള്ളിയിലെ ചർച്ച് കൊയറിലെ തബലിസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിനെ ഒരു പാർട്ടി അവിടെ വിളിച്ചായിരുന്നു, കല്യാണം വിളിച്ചിരുന്നു. കുറിഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയില് ഞങ്ങളെ കല്യാണ കുർബാനയ്ക്ക് ചർച്ച് കൊയറി വിളിച്ചായിരുന്നു. അപ്പം ഞാൻ ഈ ചർച്ച് കൊയർ തബലിസ്റ്റായിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എന്നെ പരിചയപ്പെടാമോ, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹം കന്നാര കൃഷിയായിട്ട് എൻ്റെ വീടിൻ്റെ കിഴക്കുവശത്തുള്ള പറമ്പിൽ തോട്ടം എടുക്കുകയും ചെയ്തപ്പോൾ ഈ പുള്ളി എന്നോട് ചോദിച്ചു, അറിയുമോ എന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് പിടി കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് ആ ചർച്ച് കൊയർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പരിചയപ്പെട്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ലിക്കാൻ. ചർച്ച് കൊയറിൽ കൊട്ടുന്ന ആശാന് നല്ലൊരു ഗാനം ഈ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഒന്ന് പാടാമോ? ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് രാവുകൾ അടുത്തുകൊണ്ടിരിക്കുക. കൊട്ടിപ്പാടണം. എന്നാ ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് കൊട്ടിപ്പാടാം. അപ്പോൾ ശിഷ്യന് ഒന്നുകൂടെ രോമാഞ്ചം ഉണ്ടാകും. തീവ്രമായ ആഗ്രഹം മുന്നോട്ട് വരും. ആശാന്റെ ആഗ്രഹം നടക്കട്ടെ. എന്നാ മാറി കസരയിലിരുന്നു, നമുക്ക് പാടാം അല്ലേ? കൊട്ടിപ്പാടുന്നത് ശിഷ്യൻ കേട്ടിരിക്കൂ. അപ്പോൾ ശിഷ്യന് വളരെ പ്രചോദനം തോന്നും. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ വനവാസത്തിൻ കുളിരും രാവിൽ രാവാതിരുന്നു ഗജപാല ദേവനാദം കേട്ടു ആമോദര വർണ്ണരാജികൾ തുടരും വാനിൽ വെള്ളിമേഘങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുഹൃത്തുക്കളെ, ഈ കാവുണ്ട ജയനാശാന്റെ അരിമ ശിഷ്യനായ ഈ കോലത്ത് ബോബിയുടെയും വക എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങളും ഭാവുകങ്ങളും ഞാനും ബോബിയും നേരുന്നു. ശരിയല്ലേ ബോബി? വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളാശംസകൾ. എൻ്റെ ആശാൻ പൊൻകുന്നൻ ലാൽ സാറാണ്. അദ്ദേഹം പാല രാഗമാലിക നൃത്തസംഗീത വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിൽ 1990 മുതൽ 96 വരെ ഞാൻ തബല പഠിച്ച മനുഷ്യനാണ് ഞാൻ. അദ്ദേഹം പിന്നീട് ചില സൂത്രവിദ്യകൾ എന്നെ സ്പെഷ്യലായിട്ട് പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പാല കമ്മ്യൂണിക്കേഷനിലെ തബലിസ്റ്റാണ് ഇപ്പോൾ. അദ്ദേഹം ആ പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹം കാഞ്ഞിരപ്പള്ളി അമലയിലെ തബലിസ്റ്റായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.